നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ കുഞ്ഞുങ്ങളെ കൂടെ നിർത്തണേ. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കൃപാസ്ഥാനത്തിനകത്തും പുറത്ത് നടന്ന 10,000-കണക്കിന് ആരാധനയുടെയും ധ്യാനത്തിൻ്റെ ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്ന നിങ്ങളുടെ സന്ധിബന്ധങ്ങളിൽ കർത്താവിൻ്റെ അടുത്ത് നിറയട്ടെ. മാംസപേശികളിൽ കർത്താവിൻ്റെ അടുത്ത് നിറയട്ടെ. എല്ലാ രോഗികളും കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. Lord Jesus Christ, pour out His Spirit, touch with the fire fingers, soak with the precious blood, Lord, infuse His Spirit, and with the authority of the Catholic Church, with the power of Jesus Christ, with the merit of some holy priesthood, I bless and hallelujah. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, സന്ധിബന്ധങ്ങളിൽ പത്താൻ്റെ നിറയട്ടെ. കർത്താവെ, മാംസപേശികളിലെ കർത്താവിൻ്റെ നിറയട്ടെ. എല്ലാ രോഗികളും, പീഡിതരും, കിടപ്പ് രോഗികളും, മനസ്സിടിഞ്ഞു പോയവരും, ഹൃദയം തകർന്നു പോയവരുടെ മേൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം ഒഴുകട്ടെ. കർത്താവെ, നീ മക്കളെ ആശീർവദിക്കണമേ. പരീക്ഷ കുഞ്ഞുങ്ങളെ പ്രത്യേകം നീ ഏറ്റെടുക്കണം. കർത്താവെ, പഠിച്ചിട്ട് മനസ്സിലാകാത്ത കുഞ്ഞുങ്ങളോട് ചെയ്യേ, മനസ്സിൽ പതിഞ്ഞു നിൽക്കാൻ പറ്റാത്ത മനുഷ്യരുണ്ട്. കർത്താവെ, അവരെല്ലാം ആശീർവദിക്കുന്ന കർത്താവെ, മനസ്സിൽ പതിഞ്ഞു നിൽക്കാത്ത കുഞ്ഞുങ്ങളെ, പഠിച്ചിട്ട് മനസ്സിലാകാത്ത കുഞ്ഞുങ്ങളെ നിൻ്റെ തിരുമുറിവാർന്ന മരുതികരം അനുഗ്രഹത്തിൻ്റെ വലുത് അഭിഷേകകരം കർത്താവെ അവൻ്റെ മക്കളുടെ ശിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ കർത്താവെ, നിൻ്റെ ഓരോ ഭവനത്തിലേക്ക് നീ കയറി ചെല്ലണമേ. കർത്താവ്, ഈ പ്രാർത്ഥനയോടുകൂടി കർത്താവെ, ഇന്നലെ വഴക്കിട്ട് ഉറങ്ങിയവർ, സങ്കടപ്പെട്ട് ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവർ എല്ലാവരുടെയും കൂടെ കർത്താവിൻ്റെ ചൈതന്യം ഉണ്ടാകട്ടെ. കർത്താവെ, പരസ്പരം വഴക്കിട്ടവർക്ക് പരസ്പരം നല്ല മാനസാന്തം നൽകി അവരെ ഐക്യപ്പെടുത്തണമേ. ഹൃദയത്തിൻ്റെ സ്നേഹത്താൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ദൈവസ്നേഹത്തിൽ അവർ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കർത്താവ് നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, താമസം, യാത്ര, സംരംഭങ്ങൾ, സംസാരങ്ങൾ, ഉദ്യോഗങ്ങൾ, അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളെയും കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവിൻ്റെ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ. ഇന്ന് ആശുപത്രി പോകുന്നവർ, ഇന്ന് ടെസ്റ്റിന് പോകുന്നവർ, ഇന്ന് ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് എടുക്കാൻ പോകുന്നവർ, ഇന്ന് പരീക്ഷയുടെ റിസൾട്ട് നോക്കാൻ പോകുന്നവർ, ഇന്ന് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവ് ആർക്കും സങ്കടമില്ലാതെ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാവർക്കും സ്വസ്ഥതയും സമാധാനം കിട്ടി അവർക്ക് മേൽഗതി കിട്ടിയതായിട്ട് കർത്താവെ, അവർ അങ്ങയുടെ നാമത്തെ സന്തോഷിക്കാൻ ഇടയാക്കണമേ. കർത്താവ്, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ഇടയാക്കണമേ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഈശോ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മളെ പ്രാർത്ഥിക്കുന്നവരെ റെഡിമെയ്ഡ് ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, റെഡി ടു ഈറ്റ് എന്നും പറഞ്ഞ് നമ്മളുടെ ഈ ഫാസ്റ്റ് ഫുഡ് പോലെ ദൈവതിരുസന്നിധിയിൽ നിന്ന് അനുഗ്രഹം ചില സമയത്ത് പ്രതീക്ഷിക്കരുത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, പ്രാർത്ഥനയുടെ ഉത്തരങ്ങളിലുള്ള മൗനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ചില പ്രാർത്ഥനകളുടെ ഇടയിൽ ഈശോ ഒരു മൗനം പാലിക്കണ കാണാം. ഈശോക്ക് പണ്ട് മുതലേ ഉള്ളൊരു വിഷയമാണ്. അതിൻ്റെ സമയമായില്ല എന്നുണ്ടെങ്കിൽ കർത്താവ് മൗനം പാലിക്കും. കാനായിലെ കല്യാണത്തിലും അങ്ങനെ ഈശോ മൗനം പാലിച്ചായിരുന്നേ. അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുമ്പോൾ 2:3 യോഹന്നാൻ്റെ സുവിശേഷം, അവർക്ക് വീഞ്ഞില്ലെന്ന് പറയുമ്പോൾ ഈശോ പറഞ്ഞു, എനിക്കും നിനക്ക് എന്ത്, എൻ്റെ സമയം ഇനി സമാഗതമായില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താണ്, മൗനമാണ്, നെഗറ്റീവാണത്. ആ അമ്മയുടെ ആപ്ലിക്കേഷൻ നെഗറ്റീവ് അടിച്ചതിന് ശേഷം അത് മൗനമാണ്. പിന്നെ ഈ മൗനത്തിൻ്റെ ഗ്യാപ്പാണ് അമ്മയുടെ സ്പേസ് ആയിട്ട് എടുക്കുന്നത്. മൗനത്തിൻ്റെ ഗ്യാപ്പില്ലേ, ഈശോയുടെ മൗനത്തിൻ്റെ ഗ്യാപ്പ്, അത് നെഗറ്റീവ് സൈലൻസാണ്. അതിൻ്റെ ഗ്യാപ്പ് അമ്മയുടെ സ്പേസായിട്ട് എടുക്കും. അതുകൊണ്ടാണ് ആ സ്പേസിൽ എന്ത് കോൺവെർസേഷൻ നടക്കണമെന്ന് ബൈബിൾ പറയത്തില്ല. പക്ഷെ നമ്മൾ കാണുന്നത് പിന്നീട് കലവക്കാരെല്ലാം ഈ വീഞ്ഞ് ഭരണികളിൽ വെള്ളം നിറക്കാൻ ഈശോ പറയുന്നതാണ്. അത് നമ്മൾ യോജിക്കണില്ല. എനിക്ക് നിനക്ക് എന്ത്, എൻ്റെ സമയം ഇനി സമാധാനം ആയിട്ടില്ലെന്ന് പറഞ്ഞാൽ
അതുകൊണ്ട് നടക്കത്തില്ലെന്ന് അവരത് മാർജിനിട്ട് സംസാരിക്കുകയല്ലേ. അപ്പം പിന്നെ മൗനമാണുള്ളത്. ഈ മൗനത്തിൻ്റെ ഇടയിലെ സ്പേസ് അമ്മയുടെ സ്പേസാണ്, അമ്മ ഇടപെടുന്ന സ്പേസാണ്. അമ്മയും അതിനോട് മൗനമായിട്ട് തന്നെ ആയിരിക്കും ഇടപെട്ടിട്ടുള്ളത്. ഒരു സൈലൻറ്റ് മീഡിയേഷൻ മറിയതിന് സാധ്യമാണ്. അമ്മയുടെ മൈൻഡ് റീഡ് ചെയ്തിട്ടാണ് ഈശോ ഇനി ഓപ്ഷൻ ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഭരണിയിൽ വെള്ളം നിറക്കാൻ പറയേണ്ടത്. അപ്പം ഈശോയുടെ സൈലൻസ് ഉണ്ട്, മാതാവിൻ്റെ സൈലൻസ് ഉണ്ട്. ഇത് നെഗറ്റീവ് സൈലൻസും ഉണ്ട്, പോസിറ്റീവ് സൈലൻസും ഉണ്ട്. ഇതെല്ലാം പോസിറ്റീവ് സൈലൻസാണ്. ആ ഒരു രോഗിയുണ്ടല്ലോ, ആരാണ്? മത്തായിയുടെ സുവിശേഷം 15:23 എന്നാൽ അവൻ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. മൗനം പാലിച്ച്. ആരാണ് ഈ സംഭവം അറിയാവാ? കാനങ്കാരി പിശാച് ബാധിച്ചെന്ന്, മകൾക്ക് പിശാച് ബാധിച്ചെന്ന് പറഞ്ഞ് യേശുവിൻ്റെ അടുത്ത് വരും. പക്ഷേ ഈശോ അതിന് ഒരു വാക്കും പറയുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പക്ഷെ ഒരു സൈലൻസാണ്. ഇത് സൈലൻസ് ഓഫ് ജീസസ് ഭയങ്കരമാണ്. അതിന് ഒരു അർത്ഥങ്ങളൊക്കെ ഉണ്ട്, ചിലയിടത്ത് അർത്ഥങ്ങളുണ്ട്. എന്താണ് അർത്ഥം പറയണത്? ഇത് നിനക്കുള്ളതല്ലെന്നാണ് പറയണത്. ഇത് ഈ അനുഗ്രഹം നീ പ്രാപിക്കണമെങ്കിലേ കുറച്ച് സ്പിരിച്വൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടി വരും. എന്താ കാര്യം? നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ക്ലെയിം ഇല്ലെന്ന് പറയും. ഇപ്പം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മൗനമാനം പാലിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം നോ ക്ലെയിം എന്നാണ്. നോ ക്ലെയിം പ്ലീസ്. അതിൻ്റെ കാരണം എന്താണ്? മക്കളുടെ അപ്പമാണെന്ന്. മക്കളുടെ അപ്പമാണ്, അതാണ് ക്ലെയിം. നിങ്ങൾക്കുള്ളതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളാരാണ്? മക്കൾ വിശ്വാസികളല്ലേ. അപ്പോൾ അവൾ വിശ്വാസികളല്ലെന്നല്ല പറഞ്ഞത്. കർത്താവിന് അവളിൽ പിശാചിനെ പുറത്താക്കാൻ ആവശ്യമായ ഒരു വിശ്വാസത്തിൻ്റെ അത്രയും അവൾക്ക് അനുഗ്രഹം വാങ്ങൽ ശേഷിയില്ല. അത്രയും അവൾ വളർന്നിട്ടില്ല. ചുമ്മാ കാഷ്വലായിട്ട് ആരൊക്കെ പറഞ്ഞ് രക്തസാരോ സുഖപ്പെട്ട് കാനായി വെള്ളം വീഞ്ഞാക്കിയതൊക്കെ കേട്ടപ്പോൾ പാവപ്പെട്ടവൾ പടച്ചലി വന്നതാണ്. പക്ഷേ ആസ്തി കൊടുക്കാനുള്ള ആസ്തിയില്ല. നിങ്ങളുടെ കൈവശം എത്ര അപ്പം ഉണ്ടെന്നൊക്കെ ഈശോ ചോദിക്കണില്ലേ? ഇപ്പം കൈവശമുള്ളത് പ്രധാനപ്പെട്ടതാണ്. അപ്പമില്ലെങ്കിലും വിശ്വാസം വേണ്ടേ? ഇതിന് പറ്റിയ വിശ്വാസമുണ്ട്. തക്ക വിശ്വാസമൊന്നും ബൈബിളിലുണ്ട്. തക്ക വിശ്വാസം, സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം ഉണ്ടെന്ന് കണ്ട് മുടന്തനോട് എഴുന്നേറ്റ് മധ്യത്തിൽ നിൽക്കാൻ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 14 അധ്യായം 8-ാമത്തെ വാക്യം 9-ാമത്തെ വാക്യം. കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ലിസ്ത്രായിൽ ഉണ്ടായിരുന്നു. ജന്മനാ മുടന്തനായിരുന്ന അവന് ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം. അതാണ് സംഭവം. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം. വിശ്വാസം ഒന്നല്ല അവിടെ പറയണത്, തക്ക വിശ്വാസം. അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. ഇതാണ് സംഭവം. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, ഇപ്പം ഈ കാനങ്കാരിക്ക് സംഭവിച്ചിരിക്കുന്നത്, അവള് കർത്താവിൻ്റെ പിന്നാലെ വരുന്നുണ്ടെങ്കിൽ അവൾക്ക് അവളുടെ ആ ഒരു വിഷയത്തിന് തക്ക വിശ്വാസം അവളുടെ കയ്യിലില്ല. ആ വിശ്വാസം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി കർത്താവ് അവളെ പ്രകോപിപ്പിക്കുന്നുണ്ട്. എന്താണ് പറയണത്? മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾക്ക് കൊടുത്ത് വിഹിതമല്ല. അത് യഹൂദന്മാരുടെ അന്നത്തെ കാഴ്ചപ്പാട് ഈശോ പറയണത്, ഈശോ കാഴ്ചപ്പാടല്ലത്. പക്ഷേ അവൾ അതിനെ റെസ്പോണ്ട് ചെയ്യണത് ഭയങ്കരമാണ്. കർത്താവ് അത് ശരിയാണെന്ന്, അവൾ തെറ്റാണെന്നല്ല പറഞ്ഞു, അത് ശരിയാണ്. എന്നാൽ അവൾ പറയുന്ന ഒരു ചെക്ക് വെക്കുന്നുണ്ട്. എന്താണ്? പട്ടികളും നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ. അപ്പോഴാണ് ഈശോ പറയണത്, വുമൺ യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ്. അപ്പോഴാണ് തക്ക വിശ്വാസം ഉണ്ടായത്. എളിമയോടെ വിശ്വാസം ഏറ്റുപറയണം ദൈവത്തെ. അപ്പം അതുകൊണ്ടാണ് പല കാര്യങ്ങളും മൗനം വരണ കാര്യം. അതാണ് കർത്താവ് മൗനമായിരിക്കുന്നതിൻ്റെ കാര്യം. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, കർത്താവ് മൗനം, അവളോട് ആദ്യം മൗനമായിട്ട്. അപ്പം മൗനമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ചില പ്രാർത്ഥനകൾക്കും കർത്താവ് മൗനമായി കാട്ടിട്ട് മാസങ്ങളായി കാണും. അതിൻ്റെ കാര്യം നിങ്ങളുടെ വിശ്വാസം തക്ക വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. തക്ക വിശ്വാസമാണെങ്കിൽ അതിൻ്റെ അത് നമുക്ക് നല്ല മുതൽമുടക്കുണ്ടാകും.
മീൻഫുള്ളായിട്ടൊക്കെ കർത്താവിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. സുവിശേഷമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഖ്യാപിക്കേണ്ടി വരും. ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായി മാറേണ്ടി വരും. അതായത് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദ്യമുണ്ട് ബൈബിളിൽ. യോഹന്നാൻ 6:28 ആണ്. അപ്പോൾ അവർ ചോദിച്ചു ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവർത്തനം. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. എങ്ങനെയെങ്കിലും വിശ്വസിച്ചാൽ പോരാ, ആരെങ്കിലും വിശ്വസിച്ചാൽ പറ്റത്തില്ല. അവിടുന്ന് അയച്ചവനിൽ തന്നെ വിശ്വസിക്കണം. വിശ്വാസത്തിൽ തന്നെ തക്ക വിശ്വാസം ഉണ്ടാകണം. യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ തക്ക വിശ്വാസം. എന്തെങ്കിലും ജീവിതത്തിൻ്റെ ഒരു വിധി വൈപരീത്യങ്ങൾ വരുമ്പോൾ എന്നാൽ കിടക്കുന്ന ചട്ടിങ്കലൊന്നും പറഞ്ഞുകൊണ്ട് പോകരുത്. കർത്താവ് തന്നെ അവരെ പ്രകോപിപ്പിക്കാൻ, നായ്ക്കല്ല അപ്പം ഇവിടുത്തെ പട്ടികൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്നാൽ നിങ്ങൾ പോയി വെട്ടിപ്പുഴുക്കത്തിനെന്ന് പറഞ്ഞാൽ അവർ വേണേൽ പോകാം, പ്രകോപിപ്പിച്ച് പോകാം. അവർക്ക് തക്ക വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ അവർ പോകും. അങ്ങനെയുള്ള കളയാൻ വേണ്ടി തന്നെയാണ് ചിലപ്പോൾ മൗനം പാലിക്കണ കർത്താവ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മളുടെ നിലപാട് കറക്റ്റ് ചെയ്യണം. അതായത് ഞാനൊരു ആവശ്യത്തിൻ്റെ പേരിൽ വന്നതല്ല, ഞാനിൽ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് വന്നതാണ്. നമ്മൾക്ക് പലപ്പോഴും വരുന്നത് നമ്മുടെ അക്കൗണ്ടിലാണ് നമ്മൾ ദൈവത്തെ സമീപിക്കുന്നത്. നമ്മുടെ ഒരു ആവശ്യത്തിൻ്റെ പേരിൽ പരീക്ഷ ജയിക്കാൻ വേണ്ടി എന്നല്ല. ആ പ്രാധാന്യം പരീക്ഷയ്ക്കും വിഷയത്തിനുമല്ല. അങ്ങേ ഞാൻ വിശ്വസിക്കുന്ന കൊണ്ട്, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ ഈ വിഷയം അങ്ങേ സമർപ്പിക്കുന്നു. അപ്പോൾ ഒരു ചെറിയ പാരഡൈം ഷിഫ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ യൂട്ടേൺ എടുക്കേണ്ടി വരും. അത് വെച്ചാൽ വിഷയത്തിനല്ല പ്രാധാന്യം, മറിച്ച് ദൈവത്തിനായിരിക്കണം പ്രാധാന്യം. അങ്ങനെ ഇത് നിങ്ങളുടെ പ്രാർത്ഥന റീമോൾഡ് ചെയ്യണം, റീസ്ട്രക്ചർ ചെയ്യണം. അപ്പോൾ കർത്താവ് സംസാരിക്കാൻ തുടങ്ങും. നിങ്ങളോടും കർത്താവ് സംസാരിക്കാൻ തുടങ്ങാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ആധ്യാത്മികമായിട്ട് വളരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.